അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളൊരുക്കി കിഴക്കൻ മേഖലയിലെ സമ്പൂർണ്ണ കണ്ണാശുപത്രിയായി മാറുകയാണ് ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ. നവീകരിച്ച കോർണിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നൂതന ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. പെൻഡാക്യാം, C3R മിഷൻ, മൊയ്ബോ തെർമോഫ്ലോ, ഗ്രീൻ ലേസർ പ്ലസ്, ന്യൂറോപ്പി എന്നീ സംവിധാനങ്ങളാണ് പുതുതായി ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. കണ്ണിൻ്റെ കൃഷ്ണമണിക്കുണ്ടാകുന്ന ആകൃതിയുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങളും, കണ്ണിലെ ജലാംശത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിനുള്ള ചികിത്സയും, ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഗ്ലോക്കോമയും ആരംഭഘട്ടത്തിൽ മനസ്സിലാക്കി ചികിത്സിക്കാനുള്ള നൂതന സാങ്കേതികവിദ്യയും, ഐ എക്സസൈസും ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നവീകരണത്തിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. നവീകരിച്ച കോർണിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നൂതന ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ശങ്കർ നിർവഹിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ കോർണിയയുടെ നവീകരണമായിട്ടുള്ള നമ്മളിപ്പം കോർണിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വിദഗ്ധനായ ഡോക്ടറെ എത്തുകയും നമ്മുടെ കോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് നവീകരിക്കുകയും ചെയ്തു. അതുകൂടാതെ നമ്മൾക്ക് വളരെ നൂതനമായ മെഷീനുകൾ പല രോഗങ്ങൾക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദീകരിക്കുകയും ഓരോ മെഷീനിനെ പറ്റിയും ഓരോരുത്തരും ഓരോ ഡോക്ടർമാരും അത് വിശദീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആക്സിലറേറ്റഡ് C3R മെഷീൻ, അത് ഡോക്ടർ ശങ്കറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ഈ സൈഡിലേക്ക് ഒന്ന് ഈ സൈഡിലേക്ക് C3R മിഷനാണ്. മിഷൻ ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് കമ്പനി കാവയാണ് സാധാരണ പറയുന്നത്. സാധാരണ ഉണ്ടാകുന്നത് കൂടുതൽ സിവിയർ റണ്ണിങ് ചെയ്യുന്നതുകൊണ്ടാണ്. കുട്ടികളെ സിവിയർ റണ്ണിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാറ്റർപോളസ് ഉണ്ടാകുന്നത്. കാറ്റർപോളസ് ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് കോൺടാക്ട് ലെൻസ് ട്രൈ ചെയ്യും. അത് കോൺടാക്ട് ലെൻസ് കൊണ്ട് കൺട്രോൾ ആയില്ലെങ്കിൽ C3R ട്രീറ്റ്മെൻറ്റ്. ഇത് അൾട്രാവയലറ്റ് റേസ് യൂസ് ചെയ്തിട്ടാണ്, റൈബോഫ്ലേവിൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. C3R കാർഡിയോ ട്രാൻസ്മിറ്റിംഗ് കൊളാജൻ ഇതാണ് ട്രീറ്റ്മെൻറ്റ്. സോ ഇത് നോൺ ഇൻവേസീവ് പ്രൊസീജിയറാണ്. പെയിൻഫുൾ ഒന്നും കാണിച്ചില്ല. ഒരു 25 to 30 മിനിറ്റ്സ് എടുക്കത്തേ ഉള്ളൂ. This is the standard line of treatment throughout the world. ഈ കാറ്റർപോളസിൻ്റെ അറ്റ്ലീസ്റ്റ് ഈ ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അത് ഇത് ഫെയിലൂറായാലും ഗോ ഫോർ ദി കാർഡിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. സോ അർലി സ്റ്റേജസിൽ നമ്മൾ കാറ്റർപോളസ് ട്രീറ്റ് ചെയ്താൽ മേജർ കോംപ്ലിക്കേഷൻ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി പ്രൊസീജിയറാണ്. ഉപയോഗിക്കുന്ന മെഷീനാണ് ഇപ്പോൾ ഡോക്ടർ ശങ്കർ ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ അതിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. അത് വളരെയധികം പ്രയോജനം ചെയ്യും. അടുത്തതായിട്ട് പെൻഡാക്യ, അത് കോർണിയയുടെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ നിയോ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. ഓക്കെ സാർ. നമ്മുടെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻ്റ് ആണ് പെൻഡാക്യ. നമ്മുടെ കണ്ണിൻ്റെ 3 ആവരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞുള്ള ആവരണമാണ് കോർണിയ. അത് ഗ്ലാസ് പോലെ ഒരു നേരിയ സ്ട്രക്ചറാണ്. നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന വെളിച്ചത്തിൻ്റെ 67% പവർ, അതായത് അത് നമ്മുടെ നരമ്പിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കോർണിയ. കോർണിയയ്ക്ക് പ്രത്യേകിച്ച് കളറില്ല. കണ്ണാടി പോലത്തെ ഒരു നമ്മൾ കളർ കാണുന്നത് നമ്മുടെ കോർണിയയുടെ പിന്നിലുള്ള ഐറിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ കളറാണ് നമ്മൾ വെളിയിൽ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ വംശജരിൽ കറുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ കളർ കണ്ണുകളാണെന്ന് പറയുന്നത് ഐറിസിൻ്റെ കളറാണ്. അതിനെക്കാട്ടിയും ഫ്രണ്ടിലുള്ളതാണ് ഈ കോർണിയ. നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ച് ഒരു അടപ്പ് പോലെ, ഒരു മൂടി പോലെ, അടപ്പ് പോലെ പ്രവർത്തിക്കുന്നത് അല്ലാതെ തന്നെ കണ്ണിൽ വീഴുന്ന വെളിച്ചം കേന്ദ്രീകരിക്കുന്നതിൻ്റെ 67% പവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർണിയാണ്. അപ്പം ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന സ്ട്രക്ചറിൻ്റെ മാറ്റങ്ങൾ, നേരിയ സ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയാൻ നമുക്ക് സ്ലിറ്റ് ലാമ്പ് എന്ന മെഷീനിലൂടെ കണ്ണ് കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് പെൻഡാക്യ. ഡോക്ടർ ചന്ദ്രമൗലി. Dual laser ಅಂತ പറയാൻ that is a double purpose laser, one for retina and we can use for glaucoma also. So that is dual purpose laser. So retina condition as a particularly diabetic retinopathy use cheyabadu for any diabetic retinopathy with CSME or any neovascularization. Or else we can use for even branch vein occlusions, any myopic degenerations in the periphery. It can be used for even for glaucoma. Particularly this is called selective laser trabeculoplasty. Already in the market, two lasers available on argon laser trabeculoplasty. But when compared to argon laser, this is the most advanced laser, selective laser trabeculoplasty. Selective laser trabeculoplasty advantage over the argon laser in the India. Argon laser cannot be repeated. Selective laser trabeculoplasty we can repeat once, twice or thrice also. That is the one advantage. రెండవ కారణం ఏంటంటే it doesn't cause any scarring on the angle. So thereby we can repeat this laser. Whereas argon is very limited. We can use only once. Again we cannot repeat. Whereas this selective laser we can use it repeatedly, even twice or thrice. Advantage is we can reduce the glaucoma, particularly in open angle and ocular hypertension method used chamber. And the IOP is not controlled with the medication. Further, we can reduce the pressure. Along with that medication, we can continue this one. There are minimal. അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന മെഷീൻ മൈക്രോ തെർമോപ്രോ ഡോക്ടർ ആദിത്യ ശങ്കർ.
എല്ലാവർക്കും നമസ്കാരം. ഡ്രൈ എന്ന് പറയുമ്പോൾ അത് വലിയൊരു അസുഖം അല്ല. പക്ഷേ ഒപ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് കണ്ടുവരുന്നത് നമ്മുടെ മെജോറിറ്റി 60% ഉള്ള ആൾക്കാർ രോഗികൾ ചികിത്സ തേടുന്നത് മെയിനായിട്ട് ഡ്രൈ ഐയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. പ്രധാനമായും കൊളുത്തൽ, പുകച്ചിൽ, നീറ്റൽ ഇതൊക്കെയാണ് ഡ്രൈ ഐയുടെ രോഗലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഡിജിറ്റലായിട്ടുള്ള മീഡിയ യൂസ് കൂടുതൽ പ്രായഭേദം അന്യേ കുട്ടികൾ തൊട്ട് പ്രായമുള്ള എല്ലാവർക്കും, പൊതുവെ പ്രായമുള്ള ആൾക്കാർക്ക് ഡ്രൈ ഐ കൂടുതലാണ്. എന്നാൽ പോലും കുട്ടികളിൽ പോലും കണ്ടുവരുന്നു ഡ്രൈ ഐ, പ്രത്യേകിച്ച് ഡിജിറ്റൽ യൂസ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പൊ ഡ്രൈ ഐ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എല്ലായിടത്തും ഉള്ളത് ഡ്രോപ്സ് ആണ്. അത് 100 രൂപ തൊട്ട് 600 രൂപയുടെ ഡ്രോപ്സ് വരെ ഉണ്ട്. ഇപ്പോൾ ചില എക്സ്ട്രീം ഡ്രൈ ഐ കേസിൽ നമ്മൾ 600 രൂപയുടെ ഡ്രോപ്സ് ഒക്കെ കൊടുത്താലേ ഇത് ഭേദമാകത്തുള്ളൂ. അതും നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഡ്രൈ ഐ കുറച്ച് നാൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവത്തില്ല. പക്ഷെ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസ് ആണ് ഡ്രൈ ഐ. എന്നാൽ ഡ്രൈ ഐ അതിനകത്ത് പല കാരണങ്ങളുണ്ട് ഡ്രൈ ഐ ഉണ്ടാവാൻ. പ്രധാനമായിട്ടും ചില ഗ്രന്ഥികളിൽ ഉണ്ടാവുന്ന മെമോബിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ എന്നാണ് അത് പറയുന്നത്. സോ ആ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളത് പൂർണ്ണമായിട്ടും ഡ്രോപ്സ് കൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാറില്ല. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷനാണ് ഈ നിമോ തെർമോഫ്ലോ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ലേറ്റസ്റ്റ് പറയാൻ കാര്യം വളരെ ചുരുക്കം. കേരളത്തിൽ തന്നെ 1-2 ഹോസ്പിറ്റലിലേ ഇത് കാണത്തുള്ളൂ. കേരളത്തിൽ, സൗത്ത് കേരളയിൽ ഡെഫിനറ്റ്ലി നമ്മളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ കൂടാണ് ഈ ഡ്രൈ ഐ. അത് പല സെറ്റിംഗ്സ് ആണ്. അത് ലേസിലെ പോലാണ്. ചെറിയ ചൂട് കൊടുത്ത് ഗ്രന്ഥികളിലുള്ള ഓയിലിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അത് ക്ലിയർ പ്രൊഡക്ഷൻ സഹായിക്കും. അങ്ങനെ ഡോക്ടർ ശൈലജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you for your opportunity. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പുതിയ മെഷീനെ കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു. നമ്മളെല്ലാവരും എക്സസൈസ് കണ്ണിൻ്റെ എക്സസൈസ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ പഴയ കാലത്ത് കുട്ടികൾക്ക് കണ്ണങ്ങനെ അടച്ച് ഒരു ബാൻഡേജ് മതി കെട്ടി വെച്ചിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ കുട്ടികൾ വീട്ടിൽ പുറത്ത് കളിക്കാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. നമ്മൾ ഈ പുതിയ മെഷീൻ കൊണ്ട് ഓരോ കണ്ണിനും 20 മിനിറ്റ് വീതം എക്സസൈസ് ഓൺലൈൻ. സാധാരണ ഇതിൽ നമ്മൾ ചൈൽഡ് കളിക്കുക എന്ന് പറയും. കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമുണ്ടാവും. കുട്ടികളുടെ ഫോണിലോ മൊബൈലോ കയ്യിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇത് ഫോൺ മൂലം അല്ലെങ്കിൽ ലാപ്ടോപ്പ് മൂലം അതല്ല ടാബ് മൂലം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് ഞങ്ങളുടെ കൺട്രോളിലായിരിക്കും എക്സസൈസ് നടക്കുന്നത്. അല്ല പിള്ളേർക്ക് എപ്പോഴും എടുത്തതും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കണ്ണിന് 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അതേമാതിരി അടുത്ത കണ്ണിന് 20 മിനിറ്റ്. ഇത് സാധാരണ ഇത് 4 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഈ എക്സസൈസ് ചെയ്യാം. പണ്ട് കാലത്ത് ഇത് 15 വയസ്സിന് താഴെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. ഇത് സാധാരണ ഇതിൽ ആംബ്ലിയോപ്പി പറഞ്ഞാൽ ലേസി ആയി, മടി പിടിച്ച കണ്ടെന്നാണ് മലയാളം. എക്സാക്ട് മലയാളം വരെ എനിക്ക് അറിയില്ല. ലേസി ആയി എന്ന് പറയും. ഇത് സാധാരണ ഇതിൽ കാഴ്ചക്കുറവ് കണ്ണട വെച്ചാലും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് റെറ്റിനെ നോക്കിയാൽ നോർമലായിരിക്കും. റെറ്റിനെ കൊണ്ട് കണ്ടതായിരുന്നു നോർമലായിരിക്കും. വേറെ എല്ലാ അവസ്ഥകളും നോർമലായിരിക്കും. പക്ഷേ കാഴ്ചക്കുറവായിരിക്കും. അപ്പൊ കണ്ണിന്റെ നരമ്പിനെ ഉത്തേജിപ്പിക്കുകയാണ് ഈ വിഷയത്തിന്റെ, അതായത് ഈ വർക്കിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഇത്. ഈ സന്ദർഭത്തിൽ എന്ത് പറയാനാണ് പ്രതികൂ അതുമായി എംഎൽഎയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി ശങ്കർ അധ്യക്ഷയായിരുന്നു. ബിനു അഷ്റഫ്, ചന്ദ്രമൗലി, ആദിത്യൻ ശങ്കർ, PN സുന്ദരേശൻ, റിൻസി എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.